വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ മറ്റേ എന്താണ് ഇതിൻ്റെ പേരുന്ന അതിൻ്റെ സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഞാൻ ഇന്ന്. പണ്ടൊന്നും അലങ്കോലമായിട്ട് മെസ്സിയായിട്ട് കിടക്കുകയായിരുന്നു. പിന്നെ ഓർഗനൈസ് ചെയ്യാമെന്ന് ചോദിച്ചു. ഇതാണ് ഞങ്ങൾ സ്കൂളത്തെ ഡയറി ഇംഗ്ലീഷ് ടെസ്റ്റ് ഇനിയും കുറേ അട്ടി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ബുക്സ് ഉണ്ട്, കുറേ ബുക്കുണ്ട്. നാളെ എക്സാം മലയാളമാണ്. ഫസ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇതാണ് കേട്ടോ, മാത്സ്. ഞങ്ങൾക്ക് ഫസ്റ്റ് കഴിഞ്ഞത് ഫസ്റ്റ് എക്സാം മാത്സ് ആയിരുന്നു. സെക്കൻഡ് ഹിന്ദി ആയിരുന്നു. തേർഡ് EVS ആയിരുന്നു. ഫോർത്ത് IT ആയിരുന്നു. ഫിഫ്ത്ത് SKT ആയിരുന്നു. സിക്സ്താണ് ഇപ്പം നടക്കുന്നത് എന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പം ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ടൈം ടേബിൾ. ഇതാണ് ഇന്ത്യ ലോകം എന്നൊക്കെ പറയാറുള്ളത്. നമ്മളിതിൻ്റെ മിസ് ചെയ്ത് കിട്ടുന്ന സമയം കേട്ടോ. സോറി ഗായ്സ്, വിട്ടുപോയതാണ്. ഫസ്റ്റ് മാത്സ് ആയിരുന്നു. 16-ാം തീയതി തുടങ്ങിയതാണ് കേട്ടോ എക്സാം. 16-ാം തീയതി ഞങ്ങൾക്ക് മാത്സ് ആയിരുന്നു. 17-ാം തീയതി ഹിന്ദി. പിന്നെ 19-ാം തീയതി ആയിട്ട് വരുന്നത്. 19-ാം തീയതി സാറ്റർഡേ EVS. 21-ാം തീയതി മൺഡേ ഇംഗ്ലീഷ് ആയിരുന്നു കേട്ടോ. പിന്നെ IT പറഞ്ഞുപോയി. പിന്നെ 22-ാം തീയതി ട്യൂസ്ഡേ IT. വെനസ്ഡേ 23 SKT ആയിരുന്നു കേട്ടോ, സംസ്കൃത്. പിന്നെ 25-ാം തീയതിയാണ് നാളെ. അപ്പം ഞങ്ങൾക്ക് മലയാളമാണ്, ലാസ്റ്റ് എക്സാമാണ്. എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ടെൻഷനും ഇല്ല. പിന്നെ നാളത്തേലും കഴിഞ്ഞ് എനിക്ക് ടെൻഷനൊക്കെ മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നാളത്തോടെ എനിക്ക് ടെൻഷനൊക്കെ മാറും കേട്ടോ ഗായ്സ്. ഇപ്പോഴും ചെറിയതായിട്ടൊക്കെ ടെൻഷൻ വരുന്നുണ്ട്. നാളെ എക്സാമിനെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, എന്നാലും നമുക്കൊരു പേടി ഉണ്ടാവില്ല അതേമാതിരി. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ എക്സാം ഇതിൻ്റെ അവൻ്റെ ഇംഗ്ലീഷ് എക്സാം നോട്ട് ബുക്കാണ്. ഇത് ഇന്ത്യതല്ല കേട്ടോ, പക്ഷെ അത് വേറെ കുട്ടിയുടേതാണ്. പിന്നെ ഗൈസ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായ അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒന്നുമില്ലായിരുന്നു, അവിടെ ഒരു പാമ്പ് വന്നതാണ്. അതായിരുന്നു കേട്ടോ. ഈ രണ്ടെണ്ണമൊക്കെ അങ്ങനത്തെ മാർക്സുള്ളൂ. ഹായ്, എനിക്കൊരു പേടിയുണ്ട്. എന്നാലും പ്രശ്നമില്ല, പാസ് ശരിയായിരിക്കില്ലേ. മെസ്സിയായിട്ട് ഇതിനെക്കുറിച്ച് കുറേ മൂവീസ് ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെ വേണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ഈ കുറേ റെമോഡീസ് ഒക്കെ ഉണ്ടല്ലോ. എന്താണ് ഇതൊരു ടോപ്സ് ആണ് കേട്ടോ. ഞാൻ കളക്ഷൻസ് അടുത്ത വീഡിയോയിലായിട്ട് ഇടുന്നുണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കുറേ ടോപ്സ് ഉണ്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുള്ളതല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു നമ്പർ ഇതിൻ്റെ അടിയിലുണ്ട്, കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരിടത്ത് നിന്ന് വാങ്ങിച്ചാൽ മതി. സൂപ്പർ കളക്ഷനാണ്, ടോപ്സ്. നല്ല സൂപ്പർ കളക്ഷനാണ്. കുറേ സാധനങ്ങളുണ്ട് വേസ്റ്റ് ഒഴിവാക്കാനായിട്ടുണ്ട് കേട്ടോ. മാക്സ് ബോയ്സ് ആണ് ഇത്.
അപ്പോൾ ഗായ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് നടന്നത് ഇംഗ്ലീഷ് അല്ലായിരുന്നല്ലോ, മാത്സ് അല്ലായിരുന്നു ഗായ്സ്. മാത്സ് നടന്നു. മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണല് സെക്കൻഡ് നടന്നത് ഹിന്ദി അല്ലേ. ഹിന്ദി ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ, ഭയങ്കര ഈസി ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യം എന്നോട് കേട്ടോ പിന്നെ അടിച്ചു വെക്കാന്ന്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഹിന്ദി ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ആദ്യം തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന്ന് ഉത്തരം എടുത്ത് എഴുതാനാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഓപ്ഷനും കൊടുത്തിട്ട് ഞങ്ങൾ അതിലാണ് എഴുതിയത്. പിന്നെ കുറച്ച് ഇതിൻ്റെ ശബ്ദാർത്ഥം തന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതാനാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റത്തെ ബച്പൻ ആയിരുന്നു. ബച്പൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ്സ് ആണ്, ചൈൽഡ്സ്. പിന്നെ ആവശ്യത് വിടിയ അഭിയന്ത് കിട്ടാം, അഭിയന്ത് ദിവസം എന്നൊക്കെ പറയാം. അഭിയന്ത് ദിവസം എന്ന് പറഞ്ഞാൽ എൻജിനീയർ ഡേ ആണ്. പിന്നെ ഡോക്ടർ എന്നല്ല, ബിഡിയ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. പിന്നെ ആവശ്യം സർപ്രൈസ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് എഴുതാനുള്ളത് ഉണ്ടായിരുന്നു. ഇപ്പം